ഹായ് ഗേസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം ഗേസ്. അപ്പം ഞാനിപ്പം ഒരുങ്ങിയിട്ട് നിൽക്കുന്ന വേറെ അങ്ങും പോകാനല്ല. നമ്മുടെ വണ്ടി ഞാൻ ഇന്ന് കണ്ടിട്ട് 11 ദിവസമായി എൻ്റെ കാറ് ഞാൻ കണ്ടിട്ട്. പക്ഷേ കാറിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതെല്ലാം വാപ്പ നോക്കി ശരിയാക്കാനായിട്ട് ഒരു വർക്ക്ഷോപ്പിലൊക്കെ കയറ്റിയിട്ട് എല്ലാം അവിടെ പണിയാൻ കയറ്റി നിർത്തിയേക്കുവാണ്. ഞാൻ ഉമ്മയായിട്ട് അടി ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്, വേറെ ഒന്നുമല്ല ഗേസ്. നിൽക്കുന്നു ഒളിച്ച് നിൽക്കുകയാണ് ഗേസ്, വേറെ ഒന്നുമല്ല. ഞാനൊരു ഫോട്ടോ എടുത്ത് തരാമോ എന്ന് ചോദിച്ചു. ഉമ്മ എടുത്ത് തന്ന ഫോട്ടോയാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തത് ഗേസ്. അപ്പം ശരി ഗേസ്, അപ്പം ഞാൻ എന്തായാലും പോയി ഇനി എൻ്റെ വണ്ടി ഒന്ന് നോക്കട്ടെ. ഞാനും കണ്ടില്ല കേട്ടോ, ഇതുവരെ ഞാൻ വണ്ടി കണ്ടില്ല. നിങ്ങളോടൊപ്പം ആയിരിക്കും ഞാനും എൻ്റെ വണ്ടി കാണാൻ പോകുന്നത് ഗേസ്. അങ്ങനെ ഞാൻ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഗേസ്. അപ്പം നമ്മുടെ വണ്ടി ഇതാ കിടക്കുന്നു ഗേസ്. അപ്പം നമ്മുടെ ഉമ്മാമയും ഉപ്പായും കാണാൻ പോയ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 2 വീഡിയോ മുമ്പാണ്. ആ ഒരു സമയത്ത് അവരിങ്ങനെ വീഡിയോ ഒന്നും കാണിച്ചു കൊടുത്തില്ല, ഉമ്മയെ വിളിച്ചിട്ട് വിവരമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവരിങ്ങനെ വിഷമിച്ചിട്ട് മക്കളെ ഒരു ഫോൺ എടുക്കണം, നീ വരുമ്പോഴത്തേക്ക് ഒരു ഫോൺ എടുക്കാൻ പറയണമെന്ന് പറയുന്ന ഒരു സീനുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? വീഡിയോ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ വിഷമായി. നമുക്ക് കൂടെ ഒരെണ്ണം മോന്റേരി വിളിച്ച് പറഞ്ഞപ്പോൾ എന്നിട്ട് ഒരെണ്ണം നമുക്ക് കണ്ടില്ല. ആരെയും ചോദിക്കാൻ വേണ്ട, ഒന്നും വേണ്ട, അത് പരിഹാരം ഉണ്ടാക്കാം. അയ്യേ തുടർപ്പവൻ നീ തകിന്ത നല്ലവൻ നീ പുതൽവാ 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 തൂവിട ഗീസ്. അന്നത്തെ വ്ളോഗിന്റെ എൻഡിൽ തന്നെ അവർക്കൊരു സർപ്രൈസ് ഉണ്ട്. അവർക്ക് ഇനി എന്നെ കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഉമ്മാമക്കൊക്കെ ഇനി എന്നെ കാണാൻ പറ്റും. അപ്പോൾ ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ എന്താണെന്ന് അറിയാനായിട്ട് നിങ്ങൾ അടുത്ത വീഡിയോ മറക്കാതെ കാണാം. പറഞ്ഞ പോലെ തന്നെ പിറ്റേ ദിവസം ഞാൻ സർപ്രൈസ് ആയിട്ട് അവരെ കാണാനും പോയിട്ടുണ്ടായിരുന്നു ഗായ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതാ ഉമ്മാമക്ക് കൊടുക്കാനുള്ള ഫോണൊക്കെ ആയിട്ട് ഞാൻ നിൽക്കുവാണ്. അവരെൻ്റെ അടുത്ത് പറഞ്ഞ് ഉപ്പാക്ക് ഭയങ്കര നിർബന്ധമായിരുന്നില്ല, ഞാൻ മക്കളെ പൈസ ഞാൻ തരും, നീ മേടിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് കുറച്ച് അടിയൊക്കെ ഉണ്ടായിട്ട് അവസാനം ഞാൻ ഒരു 1000 രൂപ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. നിങ്ങൾ കണ്ടുപോക്ക് മതി. ഇല്ല, 1000 രൂപ പൈസ ഉണ്ട്, എൻ്റെ ഉണ്ട് 1000 രൂപ. പകുതി 2000 രൂപയ്ക്ക് കിട്ടും, പകുതി. ഗീസ്. അങ്ങനെ ഞാൻ 2000 രൂപയ്ക്ക് ഫോൺ എടുക്കാനെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് വലിയ ഫോണൊന്നുമല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചെറിയ ഫോൺ ഞാൻ മേടിച്ചിട്ടുണ്ട്. പുതിയ ഫോൺ തന്നെ മേടിച്ച്. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഇനി പഴയ ഫോണാണ് കംപ്ലൈൻ്റ് ആയെന്നൊന്നും പറയണ്ട. അവർക്ക് ഇനി എന്നെ കാണാൻ പറ്റും. അവരിനി വീഡിയോ ഒക്കെ കാണട്ടെ. മറ്റേ അനിയനൊക്കെ ഉണ്ട് അവിടെ, കുഞ്ഞുമാടെ മക്കളെ കൊണ്ട് അവരെയൊക്കെ പറഞ്ഞൊന്ന് സെറ്റാക്കിച്ച് ഫോണൊന്ന് റെഡിയാക്കി കൊടുക്കണം കേസ്. അപ്പോൾ ഞാൻ മാത്രമേ പോകുന്നുള്ളൂ, ഉമ്മ വരുന്നില്ല. ഉമ്മ അതുങ്ങതാ. അപ്പോൾ ഞാൻ ഉപ്പായെ വിളിച്ച് കളറാൻ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉപ്പായും വിളിച്ചിട്ടായിരിക്കും ഞാൻ അങ്ങോട്ട് പോകണം. കേസ്. അപ്പോൾ നമുക്ക് ഇനി നേരെ അങ്ങോട്ട് പോകാം കേസ്. അങ്ങനെ ഞാൻ ഉപ്പായും കൊണ്ട് ഉമ്മാമാരെ കുഞ്ഞുമാരെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. കയ്യിൽ സാധനമുള്ളവരെ അറിഞ്ഞൂടാ. വണ്ടിയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ. ഗേസ്, ഇതാണ് വണ്ടിയുടെ അവസ്ഥ. ഫ്രണ്ടൊക്കെ ഫുൾ ഇളക്കി. ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്ന ഗ്ലാസ്. ഇതൊക്കെ നോക്കി, ഇത് ഫുള്ള് ഞണി. ഇത് ഫ്രണ്ട് ബമ്പറാണെന്ന് തോന്നുന്നു കേട്ടോ. പുതിയ ബമ്പർ മേടിച്ചു. ബമ്പർ ഗ്ലാസ് ഇതിനകത്തൊന്നും ഇല്ലടാ, എല്ലാം ഊരി. എല്ലാം ഊരി പറക്കി വെച്ചേക്കാണ്. വാപ്പ ഇവിടെ ഇപ്പോൾ ഉണ്ട് കേട്ടോ. വാപ്പയാണ് ഇതെല്ലാം സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കുന്ന പാവം. മകനേ മകനേ ബാ മകനേ മകനേ ബാ ഉന്നെ பார்க்கும் போதெல்லாம் முகம் பூக்குதே நடா. ഇവർക്ക് ഭയങ്കര പരാതിയായിരുന്നു. അതിനെ ഉടനെ ഇട്ട് പിന്നെ രൂപ ഫോണ്.
സന്തോഷമായോ? പോട്ടെ, ടാറ്റ. ടാറ്റ. അപ്പോൾ നമ്മുടെ ആ സ്റ്റിക്കറൊക്കെ വലിച്ചൂരി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. കേസ് എങ്ങനെ ഉപ്പായും ഉമ്മാമായും ഹാപ്പി ആയി, അതുപോലെ തന്നെ വണ്ടിയും പണിയാൻ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് കേസ്, ഞാൻ ഹാപ്പിയാണ്, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ എന്തായാലും കേസ്, അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യണം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടക്കാച്ച് വ്ളോഗായിട്ട് കാണുന്നവരെ, അല്ലെങ്കിൽ നമ്മുടെ എപ്പിസോഡ് 4 ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ കേസ്, ലവ് യു, ടാറ്റാ.